എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ജനുവരി 18 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. സെക്രട്ടേറിയറ്റ് OA പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 10th പ്രിലിംസ് എക്സാം 2024 ഡിസംബർ 22 മുതൽ ആരംഭിച്ചു. അപ്പോൾ 2 ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ഘട്ടം കഴിയുമ്പോഴും ടാലന്റിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അതിൽ ആദ്യത്തെ ഘട്ടത്തിൽ 197 ചോദ്യങ്ങളും അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ 193 ചോദ്യങ്ങളും ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നായിരുന്നു. അതായത് ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് LDC റാങ്ക് ഫെയിൽ, അതുപോലെ തന്നെ LDPQ ബുക്ക്, ഇത് രണ്ടും ആസ്പദമാക്കിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ, കറണ്ട് അഫയേഴ്സ് ബുക്ക്, അതുപോലെ തന്നെ SCRT ഫാക്ട് ഉൾപ്പെടുത്തിയ സ്കൂൾ മാസ്റ്റർ സീരീസ്, അതായത് മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ്, സോഷ്യൽ സയൻസ് പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകങ്ങളിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ വന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ, ഇനി ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com എന്നിവയിൽ ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് 2 പുസ്തകങ്ങളാണ്. അതായത് വൃക്ഷ ആയുർവേദ, ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾമൈറ്റി എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? വൃക്ഷ ആയുർവേദ, അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾമൈറ്റി എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ആരാണ്? PS ശ്രീധരൻപിള്ള. ആരാണ്? PS ശ്രീധരൻപിള്ളയാണ്. നമുക്കറിയാം. അതായത് നിലവിൽ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ് PS ശ്രീധരൻപിള്ള എന്ന് പറയുന്നത്? ഗോവയുടെ. അപ്പോൾ നിലവിൽ ഗോവയുടെ എന്താണ്? ഗവർണറാണ് PS ശ്രീധരൻപിള്ള. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാം. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2025 അദ്ദേഹത്തിന് എന്താണ്? എഴുത്തിന്റെ 50ാം വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ എന്താണ്? PS ശ്രീധരൻപിള്ള 2025 എഴുത്തിന്റെ 50ാം വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക. ഇനി അതിന് പുറമെ തന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. അതായത് PS വെൺമണി. എന്താണ്? PS വെൺമണി എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? PS ശ്രീധരൻപിള്ള തന്നെയാണ്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 പുസ്തകങ്ങളാണ് പറഞ്ഞത്. അതായത് വൃക്ഷ ആയുർവേദ, ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾമൈറ്റി, ഈ 2 പുസ്തകങ്ങൾ രചിച്ചതും ആരാണ്? PS ശ്രീധരൻപിള്ളയാണ്. ഇനി അതിന് പുറമെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞു. 2025 അദ്ദേഹം എഴുത്തിന്റെ എത്രാം വർഷം പൂർത്തിയാകുകയാണ്? 50ാം വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ വളരെ സുപ്രധാനമായ ഒരു വിധിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരു സുപ്രധാന വിധിയാണെന്ന് പറഞ്ഞു. അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയാണെന്ന് പറഞ്ഞു. എന്ത് വിധിയാണ് പറഞ്ഞത്? മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം എന്തിനുള്ള മൗലിക അവകാശമാണ്? മതവിശ്വാസത്തിനുള്ള മൗലിക അവകാശമാണെന്ന് വിധിച്ച ഹൈക്കോടതിയാണ് ഏത്? മദ്രാസ് ഹൈക്കോടതി. കൃത്യമായിട്ട് ഓർക്കുക. ഇനി മതവിശ്വാസത്തിനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 25 ആണ്. അപ്പോൾ അതുകൂടി ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഡ്രോണുകളെ പ്രതിരോധിക്കാനായിട്ട് രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഡ്രോണുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ ഏതാണ്? ഭാർഗവാസ്ത്ര. അപ്പൊ എന്താണ്? ഭാർഗവാസ്ത്രയാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് ചില നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ചായിട്ട് നിയമിതനായത് ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ചായിട്ട് നിയമിതനായത് ആരാണ്? അത് സീതാൻഷു കൊട്ടക്. ആരാണ്? സീതാൻഷു കൊട്ടക് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ച് ആരാണ്? സീതാൻഷു കൊട്ടക് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ആരാണ്? ഗൗതം ഗംഭീർ ആണ്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2025 BCCIയുടെ ഓംബുഡ്സ്മാനായിട്ട് നിയമിതനായത് ആരാണ്? അരുൺകുമാർ മിശ്ര. ആരാണ്? അരുൺകുമാർ മിശ്രയാണ്. കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അരുൺകുമാർ മിശ്ര എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് 2021-24 കാലയളവിൽ എന്ത് പദവി വഹിച്ചിട്ടുണ്ടായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ പദവി. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ പദവി വഹിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അരുൺകുമാർ മിശ്ര. ഏതാണ് കാലയളവ്? 2021-24 കാലയളവ്. അപ്പൊ അദ്ദേഹമാണ് 2025 എന്തിന്റെ? BCCIയുടെ ഓംബുഡ്സ്മാനായിട്ട് നിയമിതനായിരിക്കുന്നത്. കാര്യമായിട്ട് ഓർക്കുക. അപ്പൊ എന്തായാലും ഇവിടെ BCCI പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിലെ BCCIയുടെ പ്രസിഡന്റ് ആരാണ്? റോജർ ബിന്നിയാണ്. അങ്ങനെയാണെങ്കിൽ നിലവിൽ BCCIയുടെ സെക്രട്ടറി ആരാണ്? ദേവജി സൈക്കിയാണ്. നമ്മൾ അടുത്ത ചർച്ചയിലുണ്ടായിരുന്നു. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2025 75ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആരാണ്? അപ്പോൾ 2025 എത്രാമത് 75ാമത് ചരമവാർഷികം ആചരിക്കപ്പെട്ട ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആരാണ്? ജോർജ് ഓർവെൽ. ആരാണ്? ജോർജ് ഓർവെൽ ആണ്. ഇത് ശരിക്കും പറഞ്ഞ അദ്ദേഹത്തിന്റെ പെൻ നെയിം ആണ്, പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് എറിക് ആർതർ ബ്ലെയർ. ആരാണ്? എറിക് ആർതർ ബ്ലെയർ. അദ്ദേഹത്തിന്റെ പെൻ നെയിം ആണ് എന്തെന്ന് പറയുന്നത് ജോർജ് ഓർവെൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഇന്ത്യയിലാണ്, അത് ബീഹാറിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ അതുകൂടി ഓർക്കാം. പക്ഷെ ഇവിടുത്തെ ശരിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് ബ്രിട്ടൻ എന്ത് ചെയ്തിരിക്കുകയാണ്? 2 പൗണ്ടിന്റെ നാണയം പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് 2 പൗണ്ടിന്റെ നാണയം പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക, ഇതിനൊപ്പം ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളായിട്ടുള്ള പിക്സലിന്റെയും അതുപോലെ തന്നെ ദിഗന്താരയുടെയും ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? അടുത്തിടെ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളായിട്ടുള്ള പിക്സൽ അതുപോലെ തന്നെ ദിഗന്താര, അപ്പോൾ ഇവരുടെ ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ബഹിരാകാശ ദൗത്യത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? വിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഏത് ദൗത്യം എന്നാണ്? അത് ട്രാൻസ്പോർട്ടർ 12. എന്താണ്? ട്രാൻസ്പോർട്ടർ 12 എന്ന് പറയുന്ന ദൗത്യമാണ്. അപ്പോൾ ഇത് വിക്ഷേപിച്ചത് ഏത് വാഹനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. ഇതിലാണ് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം ആരാണ്? അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം ആരാണ്? നൊവാക് ജോക്കോവിച്ച്. ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. വളരെ കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നൊവാക് ജോക്കോവിച്ച് ആണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ചത്. ഇനി അതുപോലെ തന്നെ ഗ്രാൻഡ് സ്ലാമിൽ ഏറ്റവും കൂടുതൽ പുരുഷ സിംഗിൾസ് കിരീടങ്ങൾ നേടിയതും ആര് തന്നെയാണ്? നൊവാക് ജോക്കോവിച്ച് തന്നെയാണ്. അപ്പോൾ എന്താണ് ഗ്രാൻഡ് സ്ലാമിൽ ഏറ്റവും കൂടുതൽ പുരുഷ സിംഗിൾസ് കിരീടങ്ങൾ നേടിയതും ജോക്കോവിച്ച് ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരവും ആര് തന്നെയാണ്? ജോക്കോവിച്ച് തന്നെയാണ്. അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇദ്ദേഹം മറികടന്നത് ആരുടെ റെക്കോർഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെഡററുടെ റെക്കോർഡാണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രിലിംസ് ആൻഡ് മെയിൻസ് പാറ്റേണിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ മെയിൻസ് എക്സാം 2 പേപ്പറുകളായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയങ്ങളായിട്ടാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ, ഇനി ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com എന്നിവയിൽ ഈ ഒരു പുസ്തകം ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 38ാമത് ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിധി. നമുക്കറിയാം 38ാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? ഉത്തരാഖണ്ഡിലാണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് 38ാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത്. അതിന്റെ ഭാഗ്യചിഹ്നം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? മൗലി. എന്താണ്? മൗലിയാണ് അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് ഇതാണ്. 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? 38ാമത് ദേശീയ ഗെയിംസിൽ ഏതിനം കളരിപ്പയറ്റ് മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? ഡൽഹി ഹൈക്കോടതിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതൊരു മത്സര ഇനമായിരുന്നു. 37ാമത് ദേശീയ ഗെയിംസിൽ ഇതൊരു മത്സര ഇനമായിരുന്നു. പക്ഷേ ഇത്തവണ എന്ത് ചെയ്തിരിക്കുകയാണ്? അത് പ്രദർശന ഇനമായിട്ട് മാറ്റിയിരിക്കുകയാണ്. സോ അതിനെ തുടർന്നുണ്ടായ ഹർജിയും അപ്പോൾ അതിനെ തുടർന്നാണ് എന്ത് ചെയ്തത്? ഈ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലാണ്. ഭാഗ്യചിഹ്നം മൗലിയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ദേശീയ ഗെയിംസ് കളരിപ്പയറ്റ് മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? ഡൽഹി ഹൈക്കോടതിയാണ്. അത് കൃത്യമായിട്ട് ഓർക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2025 അന്തരിച്ച അമേരിക്കൻ ചലച്ചിത്ര സംവിധായകൻ. അപ്പോൾ എന്താണ് വളരെ പ്രശസ്തനായ ഒരു ചലച്ചിത്ര സംവിധായകൻ 2025 അന്തരിച്ചു. ഇതിന്റെ പേരെന്ന് പറയുന്നത് ഡേവിഡ് ലിഞ്ച് ആണ്. എന്താണ്? ഡേവിഡ് ലിഞ്ച് എന്നാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് 1990 ഇദ്ദേഹത്തിന് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡിയോർ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കും. ഒരുപാട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ, SI, പോലീസ് ഡ്രൈവർ, അതുപോലെ തന്നെ CPO, വുമൻ CPO, ഫയർമാൻ തുടങ്ങി ഒരുപാട് തസ്തികകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഈ എക്സാമുകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ആദ്യം ചർച്ച ചെയ്ത 2 പുസ്തകങ്ങളായിരുന്നു. ഒന്നെന്ന് പറയുന്നത് വൃക്ഷ ആയുർവേദ, അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾമൈറ്റി എന്ന് പറയുന്ന പുസ്തകങ്ങൾ രചിച്ചത് ആരാണെന്ന് പറഞ്ഞു? PS ശ്രീധരൻപിള്ളയാണ്. ഇനി അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ 50ാം വാർഷികം 2025 പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? ഒരു ഹൈക്കോടതി വിധിയായിരുന്നു. അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി. എന്തുമായിട്ട് ബന്ധപ്പെട്ട വിധിയാണ്? മതവിശ്വാസത്തിനുള്ള മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട വിധി. അപ്പൊ എന്താണെന്ന് നോക്കാം. മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ളത് എന്താണ്? അവകാശത്തെ എന്താണ്? മതവിശ്വാസത്തിനുള്ള മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മദ്രാസ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക.
അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് ഭാർഗവാസ്ത്ര എന്ന് പറയുന്ന മിസൈൽ എന്താണ് ഡ്രോണുകളെ പ്രതിരോധിക്കാനായിട്ട് രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈലാണ് എന്തെന്ന് പറയുന്നത് ഭാർഗവാസ്ത്ര. അതിനുശേഷം 2 നിയമനങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ചായിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു, സീതാൻഷു കൊടക്. ആരാണ്? സീതാൻഷു കൊടക് ആണ്. അതിനുശേഷം എന്ത് പറഞ്ഞു, BCCIയുടെ ഓംബുഡ്സ്മാനായിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു, ആരാണ്? അരുൺകുമാർ മിശ്ര. ആരാണ്? അരുൺകുമാർ മിശ്രയാണ് BCCIയുടെ പുതിയ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താണ് മുമ്പ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? 2025 75ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആരാണെന്ന് പറഞ്ഞു, ജോർജ് ഓർവെൽ. ആരാണ്? ജോർജ് ഓർവെൽ ആണ്. ഇനി അതിനുശേഷം ഒരു ദൗത്യത്തെ പറ്റിയാണ് പറഞ്ഞത്, അതായത് ട്രാൻസ്പോർട്ടർ 12 എന്ന് പറയുന്ന ദൗത്യം. എന്താണ്? അടുത്തിടെ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളായിട്ടുള്ള പിക്സലിന്റെയും അതുപോലെ തന്നെ എന്താണ് ദിഗന്താരയുടെയും ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടർ 12 എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം ആരാണെന്ന് പറഞ്ഞു. ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. ഇനി അതുപോലെ തന്നെ ഗ്രാൻഡ് സ്ലാമിൽ ഏറ്റവും കൂടുതൽ പുരുഷ സിംഗിൾസ് കിരീടങ്ങൾ നേടിയതും ആര് തന്നെയാണ്? ഈ പറയുന്ന നൊവാക് ജോക്കോവിച്ച് തന്നെയാണ്. അപ്പൊ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു കോടതി വിധി, പക്ഷേ 38ാമത് ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോടതി വിധിയാണ്. അതായത് 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? ഡൽഹി ഹൈക്കോടതിയാണ്. ഇനി അതിനുശേഷം ഒരു വിയോഗമാണ് പറഞ്ഞത്, അതായത് 2025 അന്തരിച്ച അമേരിക്കൻ ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ഡേവിഡ് ലിഞ്ച് ആണ്. അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യാം. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർക്ക് പ്രതിമാസം 20,000 രൂപ പെൻഷനും സൗജന്യ ആരോഗ്യ പരിരക്ഷയും നൽകുവാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ബി തെലങ്കാന, സി കേരളം, ഡി ഒഡീഷ. അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രോപരിതലത്തിലെ മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായിട്ട് നാസ വിക്ഷേപിച്ച വാക്വം ക്ലീനർ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലൂണാർ പ്ലാനറ്റ് വാക്ക്, ഓപ്ഷൻ ബി ഇലക്ട്രോ ഡൈനാമിക് ഡസ്റ്റ് ഷീൽഡ്, ഓപ്ഷൻ സി ലൂണാർ റിസീവർ സൗണ്ടർ, ഓപ്ഷൻ ഡി റേഡിയോ ടോളറന്റ് കമ്പ്യൂട്ടർ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ദേശീയ മഞ്ഞൾ ബോർഡ് അഥവാ നാഷണൽ ടർമറിക് ബോർഡിന്റെ ആസ്ഥാനം എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അലഹബാദ്, ബി നിസാമാബാദ്, സി സംബാൽ, ഡി ജയ്സാൽമീർ. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? നിസാമാബാദിലാണ്. നമുക്കറിയാം തെലങ്കാനയിലാണ് നിസാമാബാദ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനമാണ് നിസാമാബാദ്. എന്നാണ് മഞ്ഞൾ ബോർഡ് രൂപീകരിച്ചത്? 2025 ജനുവരിയിലാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. കാരണം മഞ്ഞൾ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, 3 IPL ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഋഷഭ് പന്ത്, ബി വിരാട് കോഹ്ലി, സി ശ്രേയസ് അയ്യർ, ഓപ്ഷൻ ഡി അജിൻക്യ രഹാന. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ശ്രേയസ് അയ്യർ ആണ്. നമുക്കറിയാം കഴിഞ്ഞ തവണ കിരീടം നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിച്ച ക്യാപ്റ്റനാണ് ആരെന്ന് പറയുന്നത് ശ്രേയസ് അയ്യർ എന്ന് പറയുന്നത്. നിലവിൽ അദ്ദേഹം പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റനാണ്. ഇതിനു മുൻപ് ഡൽഹി ക്യാപിറ്റൽസിനെ നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ജനുവരി 18-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.